ഫർഹാൻ 4ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ. ഇന്ന് ഫർഹാൻ അവിടെ കണ്ട കാഴ്ച എന്താണ്? നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ ഇന്ന് കണ്ട കാഴ്ച എന്ന് പറയുന്നതിലുപരി ഇത്രയും നാൾ നമ്മുടെ മെഡിക്കൽ കോളേജ് ഏത് രീതിയിലാണ് വന്നതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. മെഡിക്കൽ കോളേജിൻ്റെ പല കെട്ടിടങ്ങളും വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഇത് ഇത്രയും നാളും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഈ സർജറി വിഭാഗത്തിൻ്റെ 11-14 വാർഡുകളിലെ ഒരു ഭാഗത്തുമായി ബന്ധപ്പെട്ട സ്ഥലമാണ് ഇപ്പോൾ ഇടിഞ്ഞു പോയിരിക്കുന്നത്. അപ്പോൾ അവിടെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജും ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ VN വാസവനും അവിടെ എത്തിയതിന് ശേഷം ആദ്യം നടത്തിയ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് അതിന് അടിയിൽ ആരുമില്ല, അല്ലെങ്കിൽ അവിടെ ആരും ഉപയോഗിക്കാത്ത കെട്ടിടമാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അധികം ചെല്ലേണ്ടതില്ല എന്ന രീതിയിൽ തന്നെ ഒരു സന്ദേശമാണ് എല്ലാവർക്കും ചെന്നത്. സ്വാഭാവികമായിട്ടും ഒരു സംസ്ഥാനത്തിൻ്റെ 2 ക്യാബിനറ്റ് മന്ത്രിമാർ പറയുന്ന കാര്യത്തെ എല്ലാവരും ആ രീതിയിലായിരിക്കും ഉൾക്കൊള്ളുക. അപ്പോൾ അങ്ങനെ 2 ക്യാബിനറ്റ് മന്ത്രിമാർ അത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നു. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ എന്താണ്? നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ 2 വാർഡുകളും പേഷ്യൻസ് ഉള്ള വാർഡ് തന്നെയാണ്. ആ 2 വാർഡുകളിലും ചികിത്സ നടക്കുന്ന വാർഡുകളാണ്. അതിൽ വാർഡ് 11 എന്ന് പറയുന്നത് സർജറിയുടെ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡാണ്. വാർഡ് 14 എന്ന് പറയുന്നത് സർജറിയുടെയും ഓർത്തോപെഡിക്സിൻ്റെയും പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്ന വാർഡാണ്. ആ വാർഡിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ആ പോർഷനിലാണ് ഇപ്പോൾ ഈ ഇടിവുണ്ടായിരിക്കുന്നത്. ആ ലെഫ്റ്റ് സൈഡിൽ പേഷ്യൻസിനെ കിടത്തുന്നില്ല, അത് സത്യമാണ്. റൈറ്റ് സൈഡിനോട് ചേർന്നാണ് പേഷ്യൻസ് കൂടുതലായും കിടക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ പേഷ്യൻസ് കിടക്കാത്ത സ്ഥലത്ത് ഭിത്തി ഇടിഞ്ഞത് കൊണ്ട് മാത്രമാണ് കാഷ്വാലിറ്റി ഇത്രയും കുറഞ്ഞു നിൽക്കുന്നത്. ആ സ്ഥലത്താണ് ബാത്റൂം ഇരിക്കുന്നത്. അപ്പോൾ പേഷ്യൻസിൻ്റെ ബൈസ്റ്റാൻഡേഴ്സ് ആ ബാത്റൂമിലേക്ക് പോവുകയും അത് ഉപയോഗിക്കുകയും ചെയ്യും. ആ ബാത്റൂമിൽ പോയ ഒരു വ്യക്തിയാണ് ഇന്നിപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഉപയോഗശൂന്യമായി അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത ഒരു സ്ഥലമല്ല ഇടിഞ്ഞു പോയിരിക്കുന്നത്. അത് ഉപയോഗപ്രദമായ അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 2 വാർഡുകളുടെ ഒരു ഭാഗം തന്നെയാണ് പോയിരിക്കുന്നത്. ഇന്ന് രാവിലെ വാർഡ് 14-ൽ ഞങ്ങളുടെ MBBS ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾ S6 യൂണിറ്റിലെ ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾ ഇന്നും പോസ്റ്റിങ്ങിന് പോയിരുന്നു. അവർ ഈ ഇൻസിഡന്റ് നേരിട്ട് കണ്ട് ഇപ്പോഴും ട്രോമറ്റൈസ്ഡ് ആണ്. മന്ത്രി VN വാസവൻ പ്രതികരിച്ചത് ഈ വേസ്റ്റ് ഒക്കെ കൊണ്ട് കൂട്ടിയിടുന്ന ഒരു സ്ഥലമാണ്, അത് ടോയ്ലറ്റ് ബ്ലോക്കാണ്, അത് അടച്ചിട്ടിരിക്കുകയാണ്, അവിടെ കുറച്ച് ഈ പറഞ്ഞ പോലെ വേസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ അവിടെ വേറൊന്നുമില്ല എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യൻ കോട്ടയം മെഡിക്കൽ കോളേജ് പുറത്തുനിന്ന് മാത്രം കാണുന്ന അല്ലെങ്കിൽ വേറൊരിടത്ത് കാണുന്ന ഒരാളെ സംബന്ധിച്ച് ഉപയോഗശൂന്യമായി എന്നോ കാട് മൂടിക്കിടന്ന് എന്നോ ഉപേക്ഷിച്ച ഒരു സ്ഥലത്ത് കെട്ടിടം ഇടിഞ്ഞു വീണു എന്ന പ്രതീതിയാണ് ഉണ്ടാവുക. ഫർഹാൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ അത് അങ്ങനെയല്ല. ഈ പോസ്റ്റ് ഓഫ് വാർഡിൽ കഴിയുന്ന പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡേഴ്സ് സ്ഥിരമായി ഉപയോഗിക്കുന്ന ശൗചാലയമാണത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ പറഞ്ഞതിൽ നിന്നാണോ? അതെ, ഞാൻ പറയട്ടെ. റീസെൻ്റ് ആയിട്ട് അതിൻ്റെ അപ്ഡേറ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കാരണം റീസെൻ്റ് ആയിട്ട് ചിലപ്പോൾ അതിൻ്റെ ഉപയോഗം നിർത്തിയിട്ടുണ്ടാകാം ബാത്റൂമിൻ്റെ. പക്ഷേ പേഷ്യൻസിൻ്റെ പ്രസൻസ് ആ 2 വാർഡിലുമുണ്ട്. ആ വാർഡിൻ്റെ ലെഫ്റ്റ് സൈഡിനോട് ചേർന്ന പോർഷൻ ഇടിഞ്ഞതുകൊണ്ട് മാത്രമാണ് കാഷ്വാലിറ്റി കുറഞ്ഞത്. സോ ബേസിക്കലി അത് ഉപയോഗശൂന്യമായ കെട്ടിടമാണെന്ന് പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. കാരണം അത് ഉപയോഗിക്കുന്ന കെട്ടിടം തന്നെയാണ്, പേഷ്യൻസ് ഉള്ള കെട്ടിടം തന്നെയാണ്. പക്ഷേ ആ ബാത്റൂമിൻ്റെ റീസെൻറ്റ് യൂസിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള അറിവ് എനിക്കില്ല. അല്ല, ആ ബാത്റൂം ഇന്ന് ഉപയോഗിച്ച ആളുകൾ, ഇന്ന് എന്ന് പറഞ്ഞാൽ ഈ അപകടം ഉണ്ടാവുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് ഉപയോഗിച്ച ആളുകൾ തന്നെ മാധ്യമങ്ങളിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ട് ഓടി ഇറങ്ങിയതാണ് എന്ന് പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഒരു ക്ലീനിങ് സ്റ്റാഫ്, ഒരു ശുചീകരണ തൊഴിലാളി, അവിനാശ് എന്നോ മറ്റോ ആണ് പേര്, ആ ശുചീകരണ തൊഴിലാളിയും അവിടുന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട ആളാണ്. അപ്പൊ ഇതുപോലെ ഒരു കാര്യം നടന്നിട്ട് സ്വാഭാവികമായും ഇതിന്റെ ഗ്രൗണ്ട് റിപ്പോർട്ട് ആയിരിക്കുമല്ലോ മന്ത്രിമാർക്ക് കിട്ടുക. ആശുപത്രി സൂപ്രണ്ടിൽ നിന്നായാലും മറ്റ് ഉദ്യോഗസ്ഥരിൽ നിന്നായാലും അത്ഭുതകരമാണ്, ആശ്ചര്യജനകമാണ്. ഇത് ഏതോ കാട് മൂടി കിടന്ന ഏതോ സ്ഥലമാണെന്ന് പറയുന്നത് മന്ത്രിമാർ പറയുന്നത് കേൾക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഭയങ്കര ആശ്ചര്യമാണ് തോന്നിയത്. ഞാൻ അത് ആദ്യം ആ ഒരു മന്ത്രിയുടെ പ്രസ്താവന കേട്ടപ്പോൾ ആശ്ചര്യമാണ് തോന്നിയത്. അതുമാത്രമല്ല, ഇങ്ങനൊരു സാഹചര്യത്തിൽ അത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നതിലുപരി ഒരുപക്ഷെ ആ കുടുങ്ങിക്കിടക്കുന്ന ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അത് ഉപയോഗശൂന്യമായ കെട്ടിടമായിക്കോട്ടെ, ആരെങ്കിലും അതിനകത്ത് കയറി പോയിട്ടുണ്ടെങ്കിലോ അത്ഭുതകരമായ വീഴ്ച എന്നൊന്നും ഇതിനെ വിശേഷിപ്പിച്ചാൽ പോരാ. ഇതുപോലെ ഒന്ന് കേരളം കണ്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഇപ്പോൾ